ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ കണ്ണൂരൊക്കെ ഏറ്റവും ഫേമസ് ആയ ഒരു മലബാർ ബ്രേക്ക്ഫാസ്റ്റാണ്. മുട്ട സിർക്ക, മുട്ടപ്പം എന്നൊക്കെ പറയും. മുട്ട ചേർക്കാണ്ട് ഇതാക്കുന്നുണ്ട്, മുട്ട ചേർത്തിട്ടുള്ളതും ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ മുട്ട ചേർക്കാണ്ട് മുട്ട ചേർത്തിട്ടാണ് ആദ്യം ആക്കിയത്. അപ്പോഴേക്കൊന്ന് നന്നാവ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഇത് ഒന്നിക്കൽ പൊന്തൂല, അല്ലെങ്കിൽ ഭയങ്കര റഫായിരിക്കും. പക്ഷേ ഇപ്പം എനിക്കൊരു കിട്ടിയൊരു റെസിപ്പി ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. മുട്ട ചേർക്കാണ്ട് എങ്ങനെയാണ് മുട്ടയപ്പം ചൂടാന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്ന അരിയൻ ഉണ്ടല്ലോ, അത് ചോറിനൊക്കെ ഉപയോഗിക്കുന്ന അതേ അരിയൻ എടുക്കുക. ഇതിപ്പം 1.5 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 4 ആൾക്ക് കഴിക്കേണ്ട ഒരളവാണ്. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പം നേരത്തെ രാത്രി തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കൈ വൃത്തിയാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ തന്നെ കഴുകിയിട്ട് അതിൽ ചോറ് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ അരക്കാൻ പോകുന്നത്. അരക്കുമ്പം കുറച്ചായിട്ട് അരക്കാം. ഇത് ആദ്യം ഞാൻ 2-3 പിടിയാണ് ആദ്യം ഇട്ടിട്ടുള്ളത്. തീരെ വെള്ളം പാടില്ല. അതിങ്ങനെ വെള്ളം ഊറ്റിയിട്ട് വേണം, നല്ലോണം ഊറ്റിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് വെള്ളവും ഞാൻ എടുക്കുന്നത്. ഇത് കറക്റ്റ് അളവാണ്. 1/2 ഗ്ലാസ് വെള്ളം, മൊത്തത്തിൽ 1/2 ഗ്ലാസ് വെള്ളവും ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഓണും ഓഫ് ആക്കിയിട്ട് ഗ്രൈൻഡ് ചെയ്യാം. ഫുള്ള് ഗ്രൈൻഡ് ചെയ്യാനല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് ഓണും ഓഫും. അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം കുറേ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ചൂടായിപ്പോവും. അപ്പം നമുക്ക് അത്രയും ശ്രദ്ധയോടെ ഈ അപ്പം ബാറ്റർ റെഡിയാക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഫുള്ളായിട്ട് ആയിട്ടില്ല. ഇനി ബാക്കിയുള്ളത് കുറച്ചായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അരക്കുമ്പോൾ 2-3 ടൈം ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററായിട്ട് വരും. അപ്പോൾ ആദ്യം ഒഴിച്ചിട്ടില്ല കുറച്ച് വെള്ളത്തിൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം അരച്ചെടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അരക്കുമ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം ആദ്യത്തെ ഒരു ലിക്വിഡായിട്ട് ഉണ്ടാവുമല്ലോ, മാവ് കുറച്ചൊരു ബാറ്ററായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ബാക്കിയുള്ള ഫുൾ അരി ഇടുമ്പോഴേക്ക് കുറച്ച് ടൈറ്റാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയാകുമ്പോഴേക്കാണ് ഞാൻ കുറച്ച് വെള്ളം ബാക്കിയുള്ള ഗ്ലാസ്സിൽ കണ്ട അതേ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഓണും ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഗ്രൈൻഡർ ചൂടാകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഓണും ഓഫ് ആക്കിയിട്ടാണ് ഞാനിത് അരക്കുന്നത്. അപ്പോൾ ഈ അരച്ചിട്ട് വരുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആയിരിക്കും. ഒരു തരി പോലും അരിയോ ചോറോ അങ്ങനത്തെ ഒന്നും ആകാൻ പാടില്ല. പിന്നെ ഇത് കണ്ട ഞാനിപ്പോൾ ഇത്ര വെള്ളം കുറച്ച് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം കുറച്ച് നോക്കിയിട്ട് ഗ്രൈൻഡ് ആകുന്ന പോലെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1/2 ഗ്ലാസ് ഫുൾ എടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഒരു തരി പോലും ഇല്ല, ജസ്റ്റ് സിമ്പിളായിട്ടുള്ള സ്മൂത്ത് ബാറ്ററാണ്. നല്ല ബാറ്ററായിട്ടുണ്ട്. പിന്നെ ഇത് കറക്റ്റ് അളവാണ്. ഈ അളവ് ഫോളോ ചെയ്ത് ഒരിക്കലും നിങ്ങൾ ഈ മുട്ടപ്പം എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. നമ്മളെ ഒരു ടേസ്റ്റ്, നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ ഒരു നുള്ളു കൂടി അധികം ഇട്ട് കൊടുക്കുക. പക്ഷേ ഇതിനെ നമുക്ക് 3/4 തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് മതിയാവും. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നും, കുറച്ചൊന്ന് ലൂസായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇത് കറക്റ്റ് അളവാണ്. ഈ അളവ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും തെറ്റൂല. എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ടാണ് ഒരു 4-5 മണിക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് 8 മണിക്ക് ഒരു 7-8 മണിയാകുമ്പോഴേക്കൊന്നും ചൂടാനുള്ള പാകത്തിനാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള ബാറ്ററായിട്ട് കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഒരു ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത്. വെളിച്ചെണ്ണ എടുക്കാവോ, എന്നാൽ ഈ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. എന്നാൽ ചെറിയ തീയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഒരു തവി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഹൈ ഫ്ലെയിം ആക്കാം. ഈ ഹൈ ഫ്ലെയിം ആക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇതേ അളവിൽ, ഇതേ ടൈമിൽ, ഇതേ ഫ്ലെയിമിലെല്ലാം നോക്കിയിട്ട് കുറച്ച് റൂൾസ് ഫോളോ ചെയ്താൽ തന്നെ നമ്മൾ മുട്ടപ്പം എന്ന് പറയുന്ന ഈ സംഭവം നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ചെറിയ തീയിൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആ ഫ്ലെയിം കുറച്ച് കൂട്ടിക്കൊടുത്ത്. അപ്പോൾ കൂട്ടി കൊടുക്കുമ്പോഴേക്ക് ഇത് നല്ലോണം ഫ്രൈ ആയിട്ട് പൊങ്ങി വരും. നമ്മൾ പൂരിയൊക്കെ ചുടുന്ന പോലെ തന്നെ നല്ല പൊങ്ങിയിട്ട് വരും. ഇങ്ങനെ പൊട്ടും ഇങ്ങനെ ശരിക്കും നമ്മളിത് പൊന്തി വന്നിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവും, അത്രയും പൊന്തും ഇത്. അപ്പോൾ ഇന്ന് ഫ്ലെയിം ഇപ്പം ചെറിയ ലോ ഫ്ലെയിം ആക്കുക. പൊന്തി വന്നതിന് ശേഷം നമ്മൾ തിരിച്ചു കൊടുക്കൂലേ, അന്നേരം ഫ്ലെയിം ചെറിയ തീയിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് നല്ലോണം ഇത് സൈഡൊക്കെ ഫ്രൈഡ് ആക്കിയിട്ട് ബ്രൗൺ ആക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം.
അത്രേ വേണ്ടു. എന്നിട്ട് ഇത് എടുക്കാം. ഇതിപ്പം നെയ്യ് കുടിക്കുന്നുമില്ല, കറക്റ്റ് അളവാണ്. അപ്പോൾ കുറച്ച് ചെറിയ പോയിൻറ്റ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ മുട്ടപ്പം എന്ന് പറയുന്ന സംഭവം നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ പെട്ടെന്ന് ആവുകയും ചെയ്യും. ഇപ്പം ഞാൻ എടുക്കുന്ന കയ്യിലെ എനിക്ക് തോന്നുന്നത് കയ്യിൽ കുറച്ച് ചെറുതാണ്. അപ്പം ആ അളവിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ചെറിയ കയ്യിലാകുമ്പം ഒരു കയ്യിൽ ഞാൻ ഒഴിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞ് മുട്ടപ്പം ഇതാകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി, ഒഴിക്കുമ്പം ആദ്യം ചെറിയ ഫ്ലെയിം വെക്കുക, എന്നിട്ട് തീ കൂട്ടി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് ഹൈ ആക്കി കൊടുക്കുക. എന്നിട്ട് പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്ലെയിം ഒന്ന് കുറച്ചും കൂടി കുറച്ച് കൊടുക്കുക, ലോ ഫ്ലെയിം ആക്കുക. പിന്നെ വേറൊരു പോയിന്റ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ പുക കയറാൻ പാടില്ല അപ്പോൾ ഇതിപ്പം പുക കയറാൻ പാടില്ല. പിന്നെ അത് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരിക്കലും നേർക്കാവില്ല, ഒരു പൂ പോലെയും എന്തെല്ലോ ഷേപ്പായിട്ട് മാറും. അപ്പോൾ ജസ്റ്റ് ഈ പോയിൻറ്റ്സൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ അപ്പം നല്ല റെഡി ആയിട്ട് വരും. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയോ ഇറച്ചിക്കറിയോ കോഴിക്കറിയോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഇത് വെറുതെ ചായ കൂട്ടാനും തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ നോക്കിയാൽ സോഫ്റ്റായിട്ടുള്ള അപ്പം, ഉള്ളിൽ നല്ല പൂരി പോലെ ഉണ്ട്, ഒരു കട്ടി ഇത് ഒന്നുമില്ല, അടിപൊളിയായിട്ടില്ല, ഒരു നല്ല മുട്ട സിർക്ക അപ്പം ആയിട്ടുണ്ട്. മുട്ട ചേർക്കുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ ഞാനിത് മുട്ട ഇല്ലാണ്ടാണ് ചേർത്തിട്ട് ഇപ്പം കാണിച്ചത്. എനിക്ക് ഇതാണ് നേർക്കായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.